ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു സ്പെഷ്യൽ ബീഫ് റെസിപ്പി ആട്ടോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള 2 സവാള, വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. സവാള നമ്മൾ നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പാകമായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വാടി വരാൻ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ഞാൻ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. തക്കാളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് തക്കാളി കൂടി ചേർക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായി ഈ ഒരു പരുവ് എത്തിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ചില്ലി ഫ്ലേക്സ്. ഈ മസാലപ്പൊടികളെല്ലാം എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണൽ ആട്ടോ. കുറച്ചുകൂടി സ്പൈസി ആക്കണമെങ്കിൽ മാത്രം അത് ആഡ് ചെയ്താൽ മതി. മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബീഫ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ ബീഫ് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ബീഫ് വേവിച്ച് വെച്ചത്. ഇനി ബീഫ് വേവിച്ച വെള്ളമുണ്ട്. ആ വെള്ളം കുറേച്ച് ഒഴിച്ച് നമ്മൾ ഇത് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇത്രയും വെള്ളം ബീഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇത് മൊത്തത്തിൽ ഒരുമിച്ച് ചേർക്കുന്നില്ല. ഒരുമിച്ച് ചേർത്താൽ ഇതിൽ വെള്ളം കൂടി പോകും. പാർട്ടായിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒഴിച്ച വെള്ളം പറ്റി തുടങ്ങിയ ബാക്കിയിരിക്കുന്ന വെള്ളം കുറേച്ച് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് അതും ഇതുപോലെ തന്നെ ഇളക്കി നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. അതും പറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ലാസ്റ്റ് നമ്മുടെ അടുത്തുള്ള വെള്ളം മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നന്നായി ഇളക്കി ഒന്ന് പറ്റിച്ച് പാകമാക്കി എടുക്കണം. ഞാൻ എപ്പോൾ ബീഫ് ഉണ്ടാക്കിയാലും ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ ഒന്ന് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലും ഗ്രേവിയിലൊക്കെ നമുക്ക് പൊറോട്ടയുടെയും പത്തിരിയുടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഞാൻ ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കും. ഇപ്പം ദാ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല റെസിപ്പി ആട്ടോ. ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചട്ടിയിൽ ഇരുന്ന് തന്നെ ഇതൊന്നുകൂടി പറ്റും. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇതാട്ടോ നമ്മുടെ ബീഫ് വരട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല എളുപ്പമുള്ള റെസിപ്പിയാണ്. ഞാനിത് കഴിക്കുന്നത് മന്തി റൈസിൻ്റെ കൂടെയാണ്. മന്തി റൈസിൻ്റെയൊക്കെ കൂടെ ഇത് നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പി ആട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം ഇനി അടുത്ത വീഡിയോയായി കാണാം. അതുവരേക്കും ബൈ.